നോക്കി പരസ്യം കൊടുത്തവന്റെ മുഖം നോക്കി പാലക്കാട്ടെ ജനത കൊടുത്ത അടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ടാകാം. സുഹൃത്തുക്കളെ, ഇതൊരു ഷാഫി പറമ്പിൽ ഷോയാണ്, ഒരു സംശയമില്ല. ഷാഫി പറമ്പിൽ ഷോയാണ് നമ്മുടെ പാലക്കാട് ഇലക്ഷൻ നടന്നതിൽ നമുക്ക് വലിയ സംശയമൊന്നും വേണ്ട എന്നുള്ളത്. ഒരു ക്രൗഡ് പുള്ളറായിട്ട്, ഒരു കിങ് മേക്കറായിട്ട്, രാഹുലിന്റെ വിജയത്തോടെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു നേതാവായിട്ട് ഷാഫി പറമ്പിൽ മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇവിടെ നിന്ന് മാറി, MLA നിന്ന് മാറി MP സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കുന്ന ആ സമയത്ത് തന്നെ രാഹുൽ പറമ്പിലായിരിക്കും ഇദ്ദേഹത്തിന് പിൻഗാമി എന്ന നിലയ്ക്കുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നു. ഈ പ്രചാരണം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൽ നിന്നല്ല, രാഹുൽ മാങ്കൂട്ടത്തില് നമ്മുടെ ഷാഫി പറമ്പിലിന്റെ പിൻഗാമി എന്ന രീതിയിൽ അതൊരിക്കലും കോൺഗ്രസിന്റെ കൂട്ടത്തിൽ നിന്നല്ല അത്തരം പരാതി രീതിയിലുള്ള വാക്കുകളൊക്കെ വന്ന അത്തരം പരാതികളൊക്കെ ഉന്നയിച്ചത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ളതാണ്. CPM-കാര് ഏറ്റവും കൂടുതൽ ഡോക്ടർ സരി എന്ന് പറയുന്ന വ്യക്തിയെ മുന്നോട്ട് നീക്കുകയും ആ ഒരു പേര് ആളുകൾ മുമ്പിലേക്ക് ഒരു മസിൽ മെമ്മറി പോലെ എത്തിക്കുക എന്നതിനൊക്കെ അപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെ BJP-യെയും കടന്നാക്രമിക്കാൻ മാത്രമായിരുന്നു സമയം ചെലവഴിച്ചതെന്ന് നമുക്ക് അവിടുത്തെ ഇലക്ഷൻ സ്റ്റണ്ട് നോക്കിയാൽ കാണാം. എന്തൊക്കെയായാലും ആ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. അത് കോൺഗ്രസ്സുകാർക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അവിടെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഷാഫി പറമ്പിലിന്റെ ഒരു നിശ്ചയദാർഢ്യമായിരുന്നു. രാഹുലെ അവിടെ പോയി കളിച്ചു എന്ന് ഇലക്ഷന്റെ ആ സമയത്ത് തന്നെ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ പോയിട്ടുള്ള കളി നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തില്. അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരല്പം പുറകിലോട്ട് ചാടിക്കിടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആ ഒരു സമയത്ത് വന്നിരുന്നു. അത് ഇപ്പൊ തന്നെ ആ സീറ്റ് മോഹിച്ച് വരണ്ട എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളല്ല. എന്തായാലും ഇലക്ഷന് ഏറ്റവും പെട്ടെന്ന് ആളുകളെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ കോൺഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കളഞ്ഞു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ സ്ഥാനാർത്ഥി 100% അത് നമ്മുടെ ഷാഫി പറമ്പിലിന്റെ സുഹൃത്താണ്. ഷാഫി പറമ്പിലിന്റെ ഉറ്റ ചങ്ങാതിയാണ്. ഷാഫി പറമ്പിൽ സ്പോൺസർ ചെയ്യുന്ന മനുഷ്യനാണ് എന്ന് നാട്ടുകാർക്ക് ബോധ്യമായിരുന്നു. ആ ഒരു നാട്ടുകാർക്ക് അങ്ങനെ ബോധ്യമായതോട് കൂടിയിട്ട് എന്താണോ ഷാഫി പറമ്പിലിനോട് പാലക്കാട് കാണിച്ചിരുന്ന ഒരു സ്നേഹം, ആ സ്നേഹത്തിന്റെ പകുതിയെങ്കിലും ഈ ഒരു കോൺഗ്രസ് നേതാവിനോട് രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിക്കാൻ ആ പാലക്കാട്ടുകാർ തയ്യാറായി എന്നതുകൂടിയാണ് ഇപ്പോൾ അവിടെ കാണുന്ന ഈ ഒരു വിജയം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യട്ടോ. എന്തായാലും ഇതിനുശേഷം ആ ഒരു ഗംഭീരമായിട്ടുള്ള ആഘോഷത്തിടയ്ക്ക് ഷാഫി പറമ്പിലിന്റെ ഒരു പ്രസംഗമാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചത്. LDF അവസാന നിമിഷം എന്ന രീതിയിൽ ഒരു പരസ്യം കൊടുത്തായിരുന്നു. അത് BJP-യിൽ നിന്ന് BJP രാഷ്ട്രീയം വെറുത്ത് എന്ന വാക്കുകളൊക്കെ പറഞ്ഞ് അത് നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന സന്ദീപ് വാര്യർ ട്രോളിക്കൊണ്ട് അദ്ദേഹം ഇത്രകാലം പറഞ്ഞ വാക്കുകൾ മുഴുവൻ എടുത്തുകൊണ്ടായിരുന്നു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. ആ ഒരു പരസ്യം വന്നതാട്ടെ 2 മുസ്ലിം പത്രത്തിലാണ്. അതോടുകൂടിയിട്ട് ഇവിടെ കളിക്കുന്ന കളി വേറെയാണ്, മുസ്ലിം പ്രീണന കളിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ബോധ്യമായി. പാർട്ടി കളിച്ച ആ ഒരു വൃത്തികെട്ട ചെറ്റക്കളി നാട്ടുകാർക്ക് മനസ്സിലാവുകയും ഒപ്പം തന്നെ അതിനെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് അതിന് വേറെ രീതിയിൽ BJP-ക്കും കോൺഗ്രസിനും കളിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് വേണ്ടിയിരുന്നില്ല എന്നൊരു പക്ഷേ ഇപ്പോൾ അല്പമെങ്കിലും ബോധത്തിലേക്ക് ഇപ്പോൾ അവിടുത്തെ പാർട്ടിക്കാരൊക്കെ മാറിയിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അതൊക്കെ വെച്ചിട്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കണ്ടുപോകും. മതം നോക്കി പരസ്യം കൊടുത്തവന്റെ മുഖം നോക്കി പാലക്കാട്ടെ ജനത കൊടുത്ത അടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ടാകാം. ഈ ഒരു മന്ത്രിയുടെ പദവി ഇരുന്ന് ആ ഒരു മര്യാദ കെടുക്കാണ്ട് ഈ കുത്തിത്തിരിപ്പിന്റെ പണിയുമായി ഇറങ്ങിയ ഇപ്പോഴത്തെ മന്ത്രിക്കും ചിലതിൽ നിന്നെല്ലാം മാറി നിന്നെങ്കിലും പഴയ മന്ത്രിക്കും ഉൾപ്പെടെ, അതുപോലെ CPM ജില്ലാ സെക്രട്ടറി, ഞാൻ പറയുന്നു ആ ജില്ലാ സെക്രട്ടറി പദവിയിൽ ഇത്രയും കാലം ഇരുന്നവരിൽ ഏറ്റവും വലിയ നിലവാര തകർച്ച ആർക്കാനുണ്ടായെന്നുള്ള ചോദ്യത്തിന് CPM തന്നെ പറയുന്ന ഉത്തരവാണ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി. എല്ലാവർക്കും അതുകൊണ്ട് പാലക്കാട് ചരിത്ര വിജയം, അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, എത്ര കടപ്പെട്ടാലും മതിയാവില്ല. ഇത് കേരളം കൊതിച്ചതാണ്, കേരളം ആഗ്രഹിച്ചതാണ്. എന്തായാലും ഇതാണ് ഷാഫി പറമ്പിൽ ഗംഭീരമായിട്ട് ആ ഒരു വിജയം ആഘോഷിക്കുന്നത്. ഒപ്പം തന്നെ പത്രപ്രവർത്തകർക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഷാഫി പറമ്പിൽ കൊടുക്കുന്ന ഉത്തരവുണ്ട്. ഷാഫി ഒരു പൂ ചോദിച്ചു, പാലക്കാട്ടുകാര് ഒരു പൂക്കാലം നൽകി എന്ന രീതിയിലാണ് ഇപ്പോഴുള്ള പോസ്റ്റുകളൊക്കെ ഇങ്ങനെ തള്ളിക്കേറി കാണുന്നത്. ശരിയാണ് കേട്ടോ, രണ്ടുപേരെയും ഗംഭീരമായിട്ട്
പാലക്കാട്ടുകാരനെ സ്നേഹിച്ച് കയ്യിലെടുത്തു. ഇനി ആ ഒരു വിജയത്തിന്റെ തുടക്കം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് CPM തന്നെയാണ് ആ വിജയം വാങ്ങിച്ചു കൊടുത്തത് എന്ന രീതിയിലുള്ള ഒരു വർത്തമാനം കൂടി നമുക്ക് കേൾക്കാൻ കഴിയാം. അതും ഷാഫി പറമ്പിൽ നിന്ന് തന്നെയാണ്. കൃത്യമായിട്ട് എവിടെ എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഷാഫിയുടെ നോമിനിയാണ് എന്നുള്ളതായിരുന്നു രാഹുൽ ആദ്യം കേട്ടപ്പോഴേ. നീ അത് വിടാൻ തീരുമാനിച്ചു? പാലക്കാട്ടെ ജനങ്ങളുടെ നോമിനിയായി ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് മേടിച്ചു. അതിനകത്ത് ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഞാനുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയത് CPM എനിക്ക് ചെയ്തു തന്ന, BJP എനിക്ക് ചെയ്തു തന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വലിയ സഹായം ഷാഫി പറമ്പിലിന്റെ നോമിനി എന്നാണ്. പരാതി ശ്രീകണ്ഠന്റെ നോമിനി എന്നും കൂടെ പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് MLA ആണല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പാലക്കാട്ടെ മുഴുവൻ ആളുകൾക്ക് അറിയില്ല. ഞങ്ങളൊരു ഒരുമിച്ച് പ്രചരണം നടത്തി ഒരു 5-6 ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രൂവ് ചെയ്യേണ്ടത് അവര് തുടക്കത്തിൽ തന്നെ ചെയ്തു തന്നതിനകത്തുള്ള സഹായവും നന്ദിയും ഞാൻ മറക്കത്തില്ല. അപ്പം മുൻപോട്ടായാലും അത് ശ്രീകണ്ഠന്റെയും ഷാഫി പറമ്പിലിന്റെ ഒക്കെ നോമിനി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഗുണമായി. പിന്നെ അല്ലെങ്കിൽ എത്ര പ്രചണ്ഡ പ്രചരണം നടത്തണം, അയാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ എന്തോരം പ്രചരണം ഞങ്ങൾ ഒരുമിച്ച് നടത്തണമായിരുന്നു. അതുണ്ടായില്ലല്ലോ. അത് ആ സഹായം, ആ പ്രചരണത്തിന്റെ ഫസ്റ്റ് ഫുള്ള് തന്നതിനകത്ത് അതിനകത്ത് എനിക്ക് ഇപ്പോഴും പ്രയാസം. ശ്രീകണ്ഠന്റെ നോമിനിയും കൂടെ ആണെന്ന് തുടക്കത്തിൽ തൊട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി. ഞങ്ങൾ ഈ മറ്റേ തമിഴ് സിനിമയിൽ പറഞ്ഞ പോലെ വീഴുവൻ എന്ന് നിനത്തായോ എന്ന് ചോദിച്ച പോലെ ഞങ്ങള് ചോദിക്കാൻ ഇത് ഇവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് പാലക്കാടിന്റെ രാഷ്ട്രീയ വിജയമാണ്, പാലക്കാടിന്റെ മതേതര വിജയമാണ്, പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെയും മതേതര മൂല്യങ്ങളുടെയും വിജയമാണിത്. ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്നു, TV-യിലെ കൊടുങ്കാറ്റല്ല 23-ന്റെ റിസൾട്ട് എന്ന്. ഇതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതില് പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു. ഞാൻ തൊട്ടായിരുന്നു. അത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. വേറെ ഇപ്പൊ ഞങ്ങൾക്ക് എതിരെ വാർത്ത വരുന്നതിന്റെയോ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ അങ്ങനെ അസഹിഷ്ണുതയുള്ള ആളുകളല്ല. നിങ്ങൾ നിരന്തരം ഞങ്ങളെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഒരു തരം പിന്നെ വേട്ടയാടുന്നത് പോലെ തരത്തിലുള്ള ഒരു പ്രചരണങ്ങൾക്ക് ഇപ്പം ചിലര് പെട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു. ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോ റീക്രിയേറ്റ് ചെയ്യുന്ന അപ്പൊ അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങള് ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന്. രണ്ടാമത് അപ്പോ പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഇവിടുത്തെ ഇലക്ഷന്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ, അവര് മുൻപന്തിയിൽ വന്നില്ലേ, ഈ വിവാദങ്ങളൊക്കെ ആന്റി ഗവൺമെന്റ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിൽ ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ? അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസിൽ, ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ്, ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. പിന്നെ BJP-യെ പാലക്കാട് നിന്ന് മാറ്റാൻ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നഗരഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലക്കാട്ടെ ജനത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. BJP-യുടെ CPM എന്തായാലും അങ്ങനെ പോകുന്ന അദ്ദേഹത്തിന്റെ ഇതെന്തായാലും ഷാഫി പറമ്പിൽ പ്രതീക്ഷിച്ച, ഷാഫി പറമ്പിൽ അർഹിക്കുന്ന, ഷാഫി പറമ്പിൽ എല്ലാത്തരം കളികൾക്കും. കാരണം ഷാഫി പറമ്പിൽ ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വെക്കുക എന്ന് മാത്രമല്ല, BJP എങ്ങനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ നടക്കുന്നതിന്, വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ കുറച്ച് 2-3 ദിവസം മുമ്പ് തന്നെ BJP-യിലുണ്ടായിരുന്ന, BJP-യായിട്ട് ഇടഞ്ഞു നിന്നിരുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ഒരു വാര്യരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. അതുണ്ടാക്കിയ മൈലേജ് ചില്ലറ എന്നല്ല. സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നോട് കൂടിയിട്ട് എന്താണ് കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയമെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിലാവുകയും, കെ സുരേന്ദ്രനെ പെട്ടി താങ്ങി കൊടുക്കുന്ന ആളുകൾക്ക് മുഴുവൻ സീറ്റ് കൊടുക്കുന്ന പരിപാടിയാണ്. അത്ര ആൾക്കാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രന്റെ ഈ BJP വെറും KJP ആയിട്ട് മാറുമെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ബോധ്യമാവോട് കൂടി ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് BJP-ക്ക് അവിടെ ഉണ്ടായിരുന്ന വോട്ടില് വലിയ രീതിയിൽ ഒരു ഇടവ് വരുന്നത്. അത് കോൺഗ്രസിലേക്കും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോട്ട്. എന്തായാലും ഇത് വാങ്ങിച്ചു കൊടുത്ത ഒരു വിജയം എന്ന് പറയേണ്ടി വരും. അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് BJP മാത്രമല്ല, CPM കൂടി ഉണ്ടല്ലോ എന്നുള്ളതാണ് ഒരുപക്ഷെ അതിന്റെ പുറകിലുള്ള ഒരു സങ്കടം എന്ന് പറയുന്നത്. എന്തായാലും ഇനിയുള്ള നിയമസഭ ഇലക്ഷൻ മറ്റു വരട്ടെ അല്ലേ. ബൈ.